ഏജന്റ് മാന്യമായി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന അച്ചായനെ പോലുള്ള ആൾക്കാരെ റിയാക്ട് ചെയ്യാൻ നിനക്ക് ഉളുപ്പുണ്ടോ? നീ 5 പൈസേന്റെ സഹായം നീ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ സ്വന്തം വരുമാനം ഉപയോഗിച്ച് നീ അനുഭവിക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നിന്നെ കൊണ്ടൊരു 10 പൈസയുടെ മുട്ടായി നിനക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോടാ? നീ ചിലക്കരുത്, കൂടുതൽ നീ ചിലക്കാൻ നിൽക്കരുത് കേട്ടോ. നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നീ ചെയ്യുക, അല്ലാതെ ഇതുപോലെ ചെയ്യുന്ന നന്മമരങ്ങളെ നീ ഒരിക്കലും ഇതുപോലെ ഇട്ട് വീഡിയോയിൽ നീ ചൊറിയാൻ വേണ്ടി നീ വരരുത്. നമസ്കാരം ഗൈസ്, ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഇതൊക്കെ ഈ സീക്രട്ട് ഏജന്റ് അതായത് ടോണി അച്ചായന്റെ ആ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് എഴുതിയ കമന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിനക്ക് ഉളുപ്പുണ്ടോ? അല്ലെങ്കിൽ നീ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ടോ? അച്ചായനെ പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കമന്റിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ടോണി അച്ചായൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെയും കുറിച്ചാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പം നമ്മുടെ ഈ ടോണി അച്ചായൻ്റെ വിഷയം അതായത് പറഞ്ഞാൽ ഈ ഒരു ചാരിറ്റി പ്രശ്നത്തിൽ ഇപ്പം സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന്. അതായത് ഇവർ ചെയ്യുന്ന ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ഫേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവരതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിനോടും എനിക്ക് പറയാനുള്ളത്, റിയാക്റ്റൊക്കെ ചെയ്തോ, പക്ഷേ അത് ഒരു സാധാരണക്കാരന് കിട്ടേണ്ട അവകാശത്തിനെ നിഷേധിക്കുന്ന തരത്തിലാണെങ്കിൽ അത് ചെയ്യരുതെന്നാണ് പേഴ്സണലായിട്ട് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല പ്രശ്നം, ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സഹായമാണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ടോണി എന്ന് പറയുന്ന ആ ഒരു അച്ചായൻസ് ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി ഈ ഒരു സംഭവം ഫേക്കായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ പറയുന്നത് അവർ ചെയ്യുന്നത് അവരുടെ സെൽഫായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം ചിലപ്പോൾ ശരിയായിരിക്കാം, ഓക്കെ, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു, ശരി. ഇപ്പം ആരും തന്നെ മഹാത്മാഗാന്ധിനെ പോലെയൊന്നും ആവൂല ഈ നാട്ടിൽ, ഗാന്ധി പോലെയൊന്നും നമുക്ക് നടക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പം ഈ സഹായം കിട്ടുന്ന ആൾക്കാരെ മാത്രമല്ല, സഹായിക്കുന്ന ആൾക്കാരും ഡെവലപ്പ് ആയാലല്ലേ ഈ സഹായിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ സ്വന്തമായിട്ട് അവരുടെ വരുമാനവും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് അവൻ ഭക്ഷണവും കഴിക്കാതെ അവൻ്റെ ബാലൻസും കാര്യങ്ങളെല്ലാം പോയി തെരുവിൽ തെണ്ടി നടക്കണം എന്നാണോ മറ്റുള്ള ആൾക്കാരെ സഹായിച്ചിട്ട്? അതാണോ ചാരിറ്റി? അല്ല, ഈ പറയുന്ന പോലെ സ്വന്തമായി ഡെവലപ്പായി ആ ഡെവലപ്മെൻറ്റിനൊപ്പം മറ്റുള്ള ആൾക്കാരെയും സഹായിക്കുന്ന ആൾക്കാരാണോ? അല്ല, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അത് പറ. ഇപ്പം ഈ സീക്രട്ട് ഏജന്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഒരാളെ പറ്റി പറയുന്നത്, ഒരാളെ പറ്റി റിയാക്ട് ചെയ്യുന്നത്, ഇപ്പം അവരിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വീടും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അച്ചായ എന്ന് പറഞ്ഞ ആൾ. ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളും അംഗീകരിക്കാം, ഓക്കെ, അവരുടെ ഒരു സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അതോടൊപ്പം നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ആ നല്ല പ്രവൃത്തിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ അതിനെ അപമാനിക്കുന്നത് ശരിയാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് ഇറക്കി അവരെ അപമാനിക്കാതിരുന്നൂടെ? ഇപ്പം താങ്കൾക്കല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരുന്നൂടെ? പിന്നെ നിങ്ങൾ പറയുന്ന കാര്യം തീർത്തും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം സ്വന്തമായിട്ടൊരു ഗുണമില്ലാതെ ആരും ഇന്നത്തെ കാലത്ത് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർത്തും എന്താ പറയുക, അവർ മണ്ടന്മാരാണെന്ന് ഞാനടക്കം പറയുള്ളൂ. കാരണം സ്വന്തമായിട്ട് വളർച്ചയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റും? ഇപ്പം നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പം ജനങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നത്, അപ്പം കൂടുതൽ ആൾക്കാരെ സഹായിക്കണമെങ്കിൽ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആവശ്യമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ പറ്റൂ. ഇപ്പം അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിന ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 50ഓളം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രവൃത്തി നിങ്ങൾ പറയുന്നത് മൊത്തത്തിൽ ഫേക്കാണെന്നാണോ? ഇപ്പം 10 പൈസ ഒരാൾക്കാർക്ക് കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ഒരാൾക്കാർക്കും കൊടുക്കാതെ ജനങ്ങളുടെ പൈസയെല്ലാം കൈയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല? പല രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കെതിരെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം അതിന് റിയാക്ഷൻ തിരിച്ചും വരും എന്നുള്ള കാര്യം. അപ്പോൾ പ്രതികരിക്കാത്ത ആൾക്കാരെ ഇതുപോലെ വീഡിയോ ഇട്ട് പ്രതികരിക്കുക എന്നുള്ളൊരു വസ്തുത അതങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ് ശരിക്കും നല്ലത്. കാരണം നിങ്ങളവിടെ നമ്മൾ തർക്കിക്കാനോ അല്ലെ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നതല്ല. ഒരു സാധാരണക്കാരന് കിട്ടുന്ന അവകാശം ചിലപ്പോൾ ഇല്ലാതാവും നിങ്ങളുടെയൊക്കെ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട്. അതിനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പം വീടില്ല, ചിലപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ വന്ന് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കൺസെപ്റ്റ് ഓക്കെ, ചിലപ്പോൾ അവർക്ക് അതിലൂടെ വരുമാനം ഉണ്ടായിരിക്കാം, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അവരുടെ സ്ഥാപനങ്ങളും കാര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള പ്രൊമോഷൻ തന്നെയായിരിക്കാം, ഓക്കെ.
പക്ഷെ അതോടൊപ്പം തന്നെ ഇവര് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ടല്ലോ, ഒരു ചാരിറ്റി പ്രവർത്തനം കൂടെ അതിനകത്ത് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ഒരാൾക്കാർക്കും 5 പൈസ കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ സ്വന്തമായിട്ട് ഡെവലപ്മെന്റ് ആവുന്നെങ്കിലും ഇപ്പോൾ റീച്ചിലൂടെ തന്നെ ആയിരിക്കാം ഓക്കെ നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ റീച്ചിന് വേണ്ടി ആണെങ്കിൽ കൂടി മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അവർ വേറെ തന്നെ ലെവലാണ്. അപ്പം അവരെ പോലുള്ള ആൾക്കാരെ ഇതുപോലെ വീഡിയോസ് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? ഇപ്പം നിങ്ങൾ പറയുന്നു ഫേക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം പ്രൊമോഷന് വേണ്ടിയാണ് അവർ വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നു, സ്വന്തമായിട്ട് ഒരാൾ ഡെവലപ്പ് ആവാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇപ്പം സഹായിക്കുന്ന ആൾ, ഇപ്പം മലയാളത്തിലുള്ള പണ്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വാഴ നനയുമ്പോൾ ചീരയും നനയുന്നൊക്കെ. അതുപോലെ തന്നെ ആയിരിക്കണം ചാരിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ പട്ടിണി കൊടുന്ന് അയൽവക്കത്ത് പിരിവ് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളെ ഡെവലപ്മെൻറ്റ് നോക്കണം. അതിലൂടെ തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നത്. ഇപ്പം അതുപോലൊരു കൺസെപ്റ്റാണ് ഈ അച്ചായ എന്ന് പറഞ്ഞ ആൾ ചെയ്തതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസം സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ, അതായത് ഒരു ഗ്രീൻ ഹൗസിൻ്റെ ക്ലീനിങ് ആ ജോലി ചെയ്യുന്ന ആ ഒരു പയ്യൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് അന്ന് ആ വീഡിയോന് താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്, നിനക്ക് പിന്നെ ഈ സീക്രട്ട് ഏജൻറ്റിനെ റിയാക്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ? അത് ആ വീഡിയോസിൽ അവരോട് ചോദിച്ചതാണ്, ആ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയോട് ചോദിച്ചതാണ്. പക്ഷെ ഞാൻ പറയാം, നമുക്കൊരു കാര്യം മുഖത്ത് നോക്കി പറയണമെങ്കിൽ അത് സീക്രട്ട് ഏജൻ്റ് അല്ല. നമുക്കിപ്പം ഏത് ദൈവം തമ്പുരാനായാലും നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റും, നമുക്കത് പറയാനും പറ്റും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി നമ്മൾ പറയുന്ന കാര്യം ഓക്കെ ആണെന്നുള്ള കാര്യം. അല്ലാതെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റിന് എന്താ ജനങ്ങൾക്ക് ശരിക്കും കൊമ്പുണ്ടോ? സീക്രട്ട് ഏജൻറ്റ് ഒരു സാധാരണ ആൾ തന്നെയാണ്, നമ്മളെക്കാൾ പ്രായമൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ റെസ്പെക്റ്റേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല. ഏതാൾക്കാർ മിസ്റ്റേക്ക് ചെയ്താലും അതിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കുന്നതിന് ആരെയും നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതാണ് ഇപ്പം സീക്രട്ട് ഏജൻറ്റിനോടല്ല ആരോടും നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള കാര്യം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഈ പറഞ്ഞ 2 ആൾക്കാരെ, അതായത് ഈ പറയുന്ന ടോണി അച്ചായനെയോ അല്ലെങ്കിൽ ഈ സീക്രട്ട് ഏജൻറ്റിനെയോ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയം കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം ഈ കാര്യം കുറേ ആൾക്കാർക്ക് കിട്ടുന്ന സഹായവും, ഇപ്പം അൽഫുഡി സൂരജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഇപ്പോൾ ഈ പറയുന്ന സെയിം വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ, നമ്മൾ അതൊക്കെ അംഗീകരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഇതുപോലെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഫേക്കാന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ തീർത്തും പറയുന്നത്. അതിന് പ്രതികരിക്കേണ്ടി വരുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഫേക്ക് എന്ന് പറയുന്നതിൽ തന്നെ നമ്മളെ ശരിക്കും ഒരു തെറ്റുണ്ട്. ഫേക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊമോഷൻ അല്ലാതെ ഇന്ന് ആരും ഒന്നും ചെയ്യില്ല ബ്രോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തമായിട്ട് ഡെവലപ്മെൻ്റ് ആയിട്ടും അവരാൾക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവർ വരുമാനം കണ്ടെത്തുന്നു, അത് പ്രൊമോഷനോ കാര്യങ്ങളോ വീഡിയോ ഒക്കെ എടുത്തിടുന്നു. ഇപ്പം പല യൂട്യൂബർമാരും വീഡിയോ എടുത്തിടുന്നത് എന്തിനാ? ഇപ്പം മണി ചലഞ്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇപ്പം മണി ചലഞ്ച്? ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം കൗണ്ട് പൈസയൊക്കെ എണ്ണാൻ കൊടുക്കുന്നത്. അതിലൂടെ എന്താണ് ഈ പറയുന്ന ജനങ്ങൾക്കും പൈസ കിട്ടും, ആ വീഡിയോ കാണുന്നതിലൂടെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ വരുമാനം കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് ചെയ്യുന്നത്. എന്താണ്, പല വീഡിയോസും റിയാക്ട് ചെയ്യുന്നു. താങ്കളിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് പല ആൾക്കാർക്കും ഉപകാരം ഉണ്ടാവും. പല കുട്ടികളും ചിലപ്പം ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ താങ്കൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം എന്തുണ്ട്, ജനങ്ങൾക്ക് മാത്രമാണ് ഉപകാരം. താങ്കൾക്ക് ആ വീഡിയോ അനുസരിച്ച് വീഡിയോൻ്റെ ആഡ് മുഖാന്തരം താങ്കൾക്ക് പൈസ കിട്ടുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അതെന്താ നിങ്ങൾ പരിഗണിക്കാത്തത്? അല്ലാതെ ചാരിറ്റി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതുപോലുള്ള ആൾക്കാരാണെന്ന് മുദ്ര കുത്തുന്നതിൽ അത്ര വലിയൊരു ശരിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ചിലപ്പം കള്ളക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷേ എല്ലാവരും ഇതുപോലെയാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ജനങ്ങളെ സഹായിക്കുന്ന, ഇപ്പം സ്വന്തം ഡെവലപ്മെൻറ്റിനാണെങ്കിൽ കൂടി ജനങ്ങൾക്ക് നടക്കേണ്ട കാര്യം ജനങ്ങൾക്ക് നടന്നു കിട്ടുന്നുണ്ടല്ലോ. ഒന്നും കൊടുക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? അതുപോലെ സ്വന്തം എന്താ പറയുക, പ്രൊമോഷന് വേണ്ടി ആണെങ്കിൽ കൂടി ജനങ്ങളെ സഹായിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി പറ്റൂല. അവരെയൊക്കെ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനം നമ്മൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങളിനി അതിനെപ്പറ്റി വെറുതെ ചൊറിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ചൊറിയുമ്പോൾ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്, ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അങ്ങനെ ഒരു പാവങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് റീച്ചാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്? എന്ത് റീച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്? അതും കൂടെ പറ. നിങ്ങളുടെ റീച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്ന, കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, നമ്മളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾ സാധാരണക്കാരും കൂടിയാണ് ബുദ്ധിമുട്ടുന്നത്. നമുക്കെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഈ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് ചില ആൾക്കാരുടെ മനസ്സും കൂടെ വേണം.
ഇപ്പം സ്വാർത്ഥ ചിന്താഗതി കൊണ്ടാണ് പല ആൾക്കാർക്കും ഈ നന്മ മരങ്ങളെ കാണുമ്പോൾ ദേഷ്യം വരുന്നത്. ചില ആൾക്കാർക്ക് വളരെ പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്, നന്മ മരങ്ങൾ എന്ന് പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്നറിയോ? നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ കാറ് വാങ്ങുന്നു, നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയി പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സമൂഹത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊമോഷൻ ആണെങ്കിലും കൂടി മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചാരിറ്റി. അല്ലാതെ ഒരിക്കലും നമ്മൾ സ്വന്തമായി നശിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നതല്ല. നിങ്ങൾ അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ സ്വാർത്ഥന്മാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഈ ചാരിറ്റി എന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഈ സ്വാർത്ഥന്മാർ പഠിച്ചു വെച്ചത് അങ്ങനെയാണ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ സ്വയം നശിക്കുക, നമ്മുടെ സമ്പാദ്യം കംപ്ലീറ്റ് കളഞ്ഞ് നമ്മൾ സ്വയം നശിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ ഡെവലപ്പാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾ പഠിച്ചു വെച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനൊരു കാര്യം പറയാം. എനിക്കിപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ഈ ടോണി അച്ചായനെയോ നേരിട്ടൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉള്ളത് കൊണ്ടും എനിക്ക് ഈ വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യം 100% എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യം പോസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ജനങ്ങളായിട്ടുള്ള നിങ്ങൾ പറ, ഇതിൻ്റെ അകത്ത് നമ്മൾ സംസാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. അതായത് എല്ലാം കളഞ്ഞ് ഒരാളെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രൊമോഷന് വേണ്ടി ആണെങ്കിലും കൂടി ഇപ്പോൾ അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ കടകൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് കൂടുതൽ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന്. അത് സത്യം തന്നെയാണ്. ഇപ്പം കൂടുതൽ കടകൾ വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടും. കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ എന്താവും? കൂടുതൽ ആൾക്കാരിലേക്ക് സഹായം എത്തിക്കാൻ പറ്റും. അതും ഒരു സത്യമല്ലേ? നമ്മളെല്ലാ വസ്തുതയും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഏതായാലും നിങ്ങൾ പറ, നിങ്ങൾ ജനങ്ങളാണ് ഇതിന് പറയേണ്ടത്. ജനങ്ങളാണ് ഈ ഒരു സംഭവം തീരുമാനിക്കേണ്ടത്. എത്രത്തോളമാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്. ജനങ്ങളാണ് ഈ കാര്യം പറയേണ്ടത്. ജനങ്ങൾക്കാണ് ഇതിനുള്ള അവകാശം. കാരണം അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുന്നതിൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഫേക്ക് ആണെന്ന് വരുത്തി തീർക്കാനാണ്. ഫേക്ക് മീൻസ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നിങ്ങൾ പറയണം. ചാരിറ്റി എന്ന് പറയുമ്പോൾ സ്വന്തം പ്രൊമോഷനാണെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരുന്നത്. സ്വന്തമായി പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നു കൂടി നിങ്ങൾ അതിന് ഉത്തരം നിങ്ങൾ പറയണം. അതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ് ആ ഒരു ഉത്തരം പറയാൻ. ഏതായാലും ഈ സീക്രട്ട് ഏജൻറ്റിനോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ബ്രോ ഇങ്ങനെയൊരു കാര്യം ചെയ്തു, അപ്പം ഇതിന് എന്താണ് ബ്രോ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഈ പറയുന്ന നമ്മുടെ വരുമാനം മൊത്തം കളഞ്ഞുകൊണ്ട് ഒരു മഹാത്മാഗാന്ധി സ്റ്റൈലിൽ മറ്റുള്ള ആൾക്കാരെ സഹായിക്കണം എന്നാണോ ബ്രോ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സംഭവം ബ്രോ തീർച്ചയായിട്ടും പറയണം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. ഈ ഒരു വീഡിയോ ചിലപ്പോൾ സീക്രട്ട് ഏജൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഇതിനൊരു മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാണുന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങളും അതുപോലെ പറ, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, സീക്രട്ട് ഏജൻ്റ് അല്ല, ഇനി ഏതാൾക്കാരായാലും ശരി, മാന്യമായ കാര്യം, അതായത് നമ്മുടെ റീച്ചിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെറുതെ എടുത്തിടുമ്പോൾ ഒരുപാട് പാവങ്ങളുടെ ജീവനാണ് അല്ലെങ്കിൽ ജീവിതമാണ് അതിൻ്റെ അകത്ത് മിസ്സാകുന്നത്. അവർക്ക് കിട്ടേണ്ട സഹായമാണ് മിസ്സാകുന്നത്. അതുകൊണ്ട് പറയാം, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് എടുത്തിടുമ്പോൾ ഒരാളും തന്നെ സ്വന്തം റീച്ചിന് വേണ്ടി ഇങ്ങനെയുള്ള മാന്യന്മാരെ ചൊറിയുന്ന പരിപാടിക്ക് ഒരിക്കലും നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഇന്ന് ജസ്റ്റ് റിയാക്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഇനി ഈ വീഡിയോയിൽ പറയാനുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതും മാന്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അതുപോലെ ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിച്ച 2 ആൾക്കാരെ പറ്റിയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.